ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത്. മൊബൈലിലൂടെ തട്ടിപ്പ് നടക്കുന്ന കാലഘട്ടമാണിന്ന്. പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, മൊബൈൽ ഹാക്ക് ചെയ്ത് ബാങ്കിലുള്ള അക്കൗണ്ട് കംപ്ലീറ്റ് ചോർത്തിയെടുത്തു. ഇതുപോലെ ഒരുപാട് പേര് വെട്ടിൽ വീഴുന്നുണ്ട്. മൊബൈൽ ഹാക്കർമാർ നമ്മളുടെ മൊബൈലിലുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള തട്ടിപ്പടക്കുന്നത്. അതിലൊരു തട്ടിപ്പ് രീതിയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവേത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ മിക്കവാറും ആഴ്ചയിൽ 3-4 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. മൊബൈൽ ഹാക്കിങ്, മൊബൈലിലൂടെ നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അതിലൂടെ നമ്മുടെ ബാങ്കിലുള്ള പണം കൊള്ളയടിക്കുന്ന രീതിയാണിപ്പോൾ നമ്മൾ പല വാർത്തകളിലായിട്ട് ന്യൂസ് പേപ്പറിലൂടെ കേൾക്കുന്നത്. അപ്പോൾ അത് പല രീതിയാണ് ഈ മൊബൈൽ ഹാക്കർമാർ ഉപയോഗിക്കുന്നത്. പല തന്ത്രങ്ങളാണ്. നമ്മൾ വ്യാജ സൈറ്റുകളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആമസോൺ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ, വ്യാജമായ ഗൂഗിളിൽ തിരയുമ്പോൾ തന്നെ ആമസോൺ എന്നുള്ള സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കില്ല. ആമസോണിൻ്റെ ഒറിജിനൽ സൈറ്റാണെന്ന് വിചാരിച്ച് നമ്മളതിൽ കയറി നമ്മളുടെ വിവരങ്ങളൊക്കെ അതിൽ ഫീഡ് ചെയ്യും. ഈ ഫീഡ് ചെയ്യുന്ന വിവരങ്ങൾ വെച്ച് അവർ നമ്മളെ തിരിച്ച് വിളിക്കുകയും നമ്മളുടെ മൊബൈലിൽ നുഴഞ്ഞു കയറുകയും നമ്മളുടെ പാസ്വേഡും മറ്റുമെല്ലാം അവർ ശേഖരിച്ച് നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് മുഴുവൻ ചോർത്തിയെടുക്കും. ഇതൊക്കെ ഓരോ തട്ടിപ്പിൻ്റെ രീതികളാണ്. ഇപ്പോൾ ഒരു പുതിയൊരു രീതിയാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം പുതിയൊരു തട്ടിപ്പിൻ്റെ രീതി ഈയിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടതാണ്, അവരുടെ കസ്റ്റമേഴ്സിനോട് അലർട്ടായിട്ടിരിക്കാൻ വേണ്ടി. കാര്യം ഈ ഹാക്കർമാർ ഉപയോഗിക്കുന്ന ഒരു പുതിയ രീതി പറ്റി അവർക്ക് അറിവ് ലഭിക്കുകയുണ്ടായി. കാര്യം SBIയിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ പണം ഈ രീതി ഉപയോഗിച്ച് തട്ടിയെടുക്കുകയുണ്ടായി. കാര്യം ഇതുപോലുള്ള ഹാക്കർമാർ നിങ്ങളുടെ പണം ചോർത്തിയെടുത്തേക്കാം, അക്കൗണ്ട് മുഴുവൻ ഊറ്റിയെടുത്തേക്കാം. അപ്പോൾ ഈ തട്ടിപ്പ് രീതി എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈയിടെ പുറപ്പെടുവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രാവലിങ്ങിൽ പോകുമ്പോൾ നമ്മൾ ബാറ്ററി തീർന്നു നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി നെട്ടോട്ടോ ഓടും. ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്ലഗ് പോയിൻ്റിൽ കൊണ്ടുപോയി കുത്തും. നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിലായിരിക്കാം, ബസ് സ്റ്റാൻഡിലായിരിക്കാം. ഇങ്ങനെയുള്ള പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചാർജിങ് പോയിൻ്റുകളാണ് ഇവരുടെ ഹാക്കർമാരുടെ മെയിൻ ഈയിടെ കണ്ട ഈ തട്ടിപ്പുകളിലെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത്. ഈ നമ്മൾ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചാർജിങ് പോയിൻ്റുകളിൽ നമ്മുടെ ബാറ്ററി തീരുമ്പോൾ നമ്മൾ അവിടെ പോയി ചാർജ് ചെയ്യാൻ കുത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ ഫോണിലുള്ള വിവരങ്ങൾ മൊത്തം ഹാക്കർമാർ ഈ ചാർജറിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു USB പോർട്ട് ഉണ്ടാവും, അത് ഹൈഡാക്കി വെച്ചിട്ടുണ്ടാവും അവരത്. ഈ USB പോർട്ട് ഉപയോഗിച്ച് നമ്മളുടെ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ തന്നെ നമ്മളുടെ ഫോണിലുള്ള വിവരങ്ങൾ അതിലൂടെ നേരെ ഈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന USB പോർട്ടിലൂടെ ഹാക്ക് ചെയ്യപ്പെടും.
അപ്പോൾ നമ്മൾ പാസ്വേഡ് ഉൾപ്പെടെ നമ്മളെ കംപ്ലീറ്റ് രഹസ്യങ്ങൾ അവർക്ക് ലഭ്യമാകും. തുടർന്ന് അവർ നമ്മളെ വിളിച്ചിട്ട് ബാങ്കിൽ നിന്നാണ് ഇത്ര നമ്മുടെ അക്കൗണ്ട് നമ്പറല്ലേ, നിങ്ങളുടെ ഒരു കോഡ് OTP കോഡ് പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ പറഞ്ഞു കൊടുക്കും. തുടർന്ന് നമ്മളെ അക്കൗണ്ട് മുഴുവൻ അവർ കാലിയാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചാർജിങ് പോയിൻറ്റുകളിൽ കഴിയുമെങ്കിൽ ഒഴിവാവുക. ചാർജ് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇത് SBI ഈയിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. SBIയുടെ കസ്റ്റമേഴ്സിനെല്ലാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചാർജ് ചെയ്ത സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നിങ്ങളും അകപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നത്, പബ്ലിക് ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചാർജ് ചെയ്യാതിരിക്കുക, കഴിയുന്നതും ഒഴിവാകുക. ഏതെങ്കിലും കടകളിൽ കൊണ്ടുപോയി നിങ്ങൾ കുത്തിയിട്ട് ഒരു 2 മിനിറ്റ് കുത്തിയിട്ട് ചാർജ് ചെയ്താലും, ബസ് സ്റ്റാൻഡിലും മറ്റും പൊതുസ്ഥലങ്ങളിലാണ് ഇവർ ഇത് ലക്ഷ്യമിട്ട് അവരുടെ USB പോർട്ട് ഹാക്ക് ചെയ്യണ ഡിവൈസ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിൽ വീഴാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത്തരം ഇൻഫർമേഷൻസ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.